അമിതെ, കുറച്ച് ദിവസങ്ങളായി ഈ വെള്ളിത്തിരയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ ഒരുപാട് പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. ആ പൊട്ടിത്തെറികൾക്കൊടുവിൽ ഇന്ന് അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥകൾ അല്ലെങ്കിൽ അറിയാക്കഥകൾ? അൻസിബയുടെ രാജി ഇതിൻ്റെ കൂടെ ഉള്ളതല്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അമ്മയുടെ ഓഫീസിലെ മാനേജറായിരുന്ന ഒരു അതുല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പിരിച്ചുവിട്ടിരുന്നു. കാരണമില്ലാതെ പിരിച്ചുവിട്ടു, കുക്കു പരമേശ്വരൻ കാരണമില്ലാതെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞ് പരാതി ഉയർന്നിരുന്നു. ഇപ്പോൾ ആ പരാതി പിൻവലിച്ചിട്ടുമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഖജാൻജിയായ ഉണ്ണീഷ് ഗോപാൽ അല്ലേ, അദ്ദേഹം അപമര്യാദയെ പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു കുക്കു പരമേശ്വരന്. അത് കാണിച്ചാണ് ഈ മാനേജറെ കുക്കു പരമേശ്വരൻ പറഞ്ഞു വിട്ടത്. അതിനെതിരെയാണ് ആ സ്ത്രീ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനെതിരെ അതുല്യ എന്ന് പറയുന്ന സ്ത്രീ സെക്രട്ടറിക്ക്, ശ്വേതാ മേനോനാണ് സെക്രട്ടറി, അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേൾക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നടൻ ബാബുരാജ് പറയുകയുണ്ടായി, ശരിക്കും പറഞ്ഞാൽ മനസ്സ് മറുത്താണ് ഈ അൻസിബ ഹസൻ രാജിവെക്കുന്നത്. അവിടെ സംഘടനയിൽ കാര്യമായി പ്രവർത്തിക്കാതെ അതിൽ ആ ഒരു പദവിയിൽ തുടരാൻ താല്പര്യമില്ലാതെയാണ് അൻസിബ രാജിവെക്കുന്നതെന്ന് ഒരു ശ്രുതി പരക്കെയുണ്ട്. അതുമാത്രമല്ല, അവിടെ സംഘടനയിലുള്ള മറ്റൊരു നടനുമായി അൻസിബയെ ചേർത്ത് മോശമായ വാക്കുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്നു പോയി. ഇദ്ദേഹം ഇങ്ങനെയാണ് എല്ലാ മറ്റ് സ്ത്രീകളെയും മറ്റ് ആളുകളെയും പറ്റി ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ഈ അതുല്യ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഉണ്ണീഷ് ഗോപാൽ വ്യക്തമായ തൊഴിൽ പീഡനമാണ് നടത്തിയത് എന്ന് ഈ ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കേസ് ലേബർ കോർട്ടിലേക്ക് എടുക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ. അപ്പോൾ ഇനിയുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഇനി ഒരു താരസംഘടനയിൽ ഇതെങ്ങനെയായിരിക്കും ഇത് പ്രതിഫലിക്കുക, അല്ലെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കുക എങ്ങനെയായിരിക്കും? ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രശ്നമില്ല. അൻസിബ മുൻപ് ഫെബ്രുവരി 1 തന്നെ ഇതുപോലെ രാജിക്കത്ത് നൽകിയതാണ്. ഇപ്പോൾ ഒരു യോഗം കൂടിയപ്പോൾ അതിന് തീരുമാനമായതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇനി മറ്റൊരു കരിയർ തേടി പോവുകയോ ആണ് അൻസിബ ഹസൻ എന്നായിരിക്കും ഇതുപോലെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ന്യായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ ഉണ്ണീഷ് ഗോപാലിനെതിരെ നടപടിയെടുക്കാതെ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ജീവനക്കാരിക്കെതിരെ നടപടിയെടുത്ത് പിരിച്ചുവിട്ട ഇവരുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഇവരുടെ ഒരു നടപടി, അത് തികച്ചും ഇതല്ലേ, ന്യായീകരിക്കാവുന്ന ഒന്നല്ല അല്ലെ? ശരിയാണ്. ഈ ഉണ്ണി ശിവപാലൻ മാത്രമല്ല, കുക്കു പരമേശ്വരനും ഇതിന് കൂട്ടുനിന്ന് വേണം പറയാൻ. ഈ സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാം ഒരുപാട് ആരോപണങ്ങൾ അതുല്യ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു അമ്മ സംഘടനയിലെ ഒരു ഫണ്ട് ആവശ്യമില്ലാത്ത മീറ്റിങ്ങുകളിൽ അമിതമായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആരോപണവും കൂടി ഈ ഒരു ഓഫീസ് ജീവനക്കാരി പറയുന്നുണ്ട്. അതായത് ഈ അമ്മ സംഘടനയിലെ ചില താരങ്ങളോടുള്ള ഒരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ, ഇവർ അമിതമായി ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്. മീറ്റിങ്ങുകൾക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും അമിതമായി ഫണ്ട് എഴുതി അത് അവരുടേതായിട്ടുള്ള കണക്കുകളിൽ ഉൾപ്പെടുത്തുക. കാരണം ഖജാൻജിയായ ഉണ്ണീഷ് ഗോപാലിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇതുപോലൊരു ഫണ്ട് തിരിമറി അല്ലെങ്കിൽ ആ ഒരു മിസ്യൂസ് നടക്കുന്നത്. ആ ഒരു അധികാരം മിസ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണീഷ് ഗോപാൽ എന്നാണ് ഇപ്പോൾ ചുരുക്കം നമ്മൾ ഈ കിട്ടിയ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ട് ഈ ഉണ്ണീഷ് ഗോപാലിന്റെ അടുത്ത് അവധിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുക്കു പരമേശ്വരനെതിരെ ഒരു നടപടിയും അതിനെ കുറിച്ച് സൂചിപ്പിക്കുക പോലും ശ്വേതാ മേനോൻ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഓഫീസ് ജീവനക്കാരിയുടെ പിരിച്ചുവിട്ട നടപടിയും അവർ ആ ഒരു കമ്മിറ്റി ക്യാൻസൽ ആക്കിയിട്ടുണ്ടല്ലോ. തീർച്ചയായും അത് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല ഇതുപോലത്തെ താരങ്ങൾ എന്നുള്ളത് ശരിക്കും നമ്മളിലേക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. ഈ അതുല്യ പറയുന്നുണ്ട്, ആ കത്തിൽ പറയുന്നുണ്ട്, മുൻപ് നടന്ന ഈ താരസംഘടനയ്ക്കകത്ത് നടന്ന വഴക്കുകൾ പോലും വലുതാക്കാൻ ഈ ഖജാൻജി മുൻകൈ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും അടി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പാണ് അല്ലെ? കുത്തിത്തിരിപ്പാണ്. ഇപ്പൊ ഇതിനു മുമ്പ് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ആ ഒരു സംഘടനയിൽ പൊട്ടിപ്പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്മിറ്റി തന്നെ അല്ലെങ്കിൽ ആ നേതൃത്വം തന്നെ സ്പ്ലിറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു പിരിച്ചുവിടേണ്ടി വന്നു, നേതൃത്വം തന്നെ പിരിച്ചുവിടേണ്ടി വന്നു.
പിന്നെയും രണ്ടാമത് ഭാരവാഹികളെ കൂട്ടി ഓരോ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ ഓരോ ഭാരവാഹികളായിട്ട് ചേർത്ത് ഒന്ന് റീയൂണിറ്റ് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു പ്രശ്നം ഉടലെടുക്കുന്നത് അല്ലേ? അതെ, ഇത്രയും അഴിമതികൾ അവർ ഉള്ളിൽ കാണിച്ചിട്ടും അത് പുറത്തു പറയരുതെന്ന് ഈ മാനേജറോട് പറഞ്ഞിട്ടുണ്ടെന്നും ആ കത്തില് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ശ്വേത മേനോനോട് അറിയിക്കരുതെന്ന്. അവരറിഞ്ഞാൽ ഇത് പ്രശ്നമാവുമെന്ന് അവർക്ക് അറിയായിരിക്കും. അതായത് ശ്വേത മേനോനെ വിളിച്ചറിയിക്കാൻ പോയ ഈ പെൺകുട്ടിയെ കുക്കു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തിയായിട്ടും പറയുന്നുണ്ട് അല്ലെ? അമ്മ എന്ന സംഘടനയിൽ നടക്കുന്നത് ജനങ്ങൾക്ക് അത് അറിയണമെന്നുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങളെ ബാധിക്കണമെന്നും അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ഇവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചേർത്ത് അമ്മ എന്ന സംഘടനയെ മിസ്യൂസ് ചെയ്യുന്നത് അത് ഈ സിനിമാ ലോകത്തിനും അതിൻ്റെ പിന്നണിയിലുള്ള ഒരു വ്യക്തികൾക്കും അല്ലെങ്കിൽ ഒരു സംഘടനകൾക്കും സംഘങ്ങൾക്കും എല്ലാവർക്കും ഒരു മോശമായി പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ഈ ദിലീപിന്റെ കേസ് 2017 വന്നത് മുതലാണ് ഇങ്ങനെയുള്ള അടിപിടികൾ തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ശരിയാണ്. അതിനുശേഷമാണ് ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഉടലെടുത്തോണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുതുതായിട്ട് കയറിയിരിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടല്ലോ, അവരുടെ ഒരു കഴിവുകേടിന്റെ പര്യായമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന, ഇപ്പോൾ ഈ അവസാനമായിട്ട് ഈ അൻസിബയുടെ രാജി വരെ എത്തിയിരിക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ. അത് അൻസിബയുടെ രാജി എന്ന് പറയുമ്പോൾ ഒളിഞ്ഞും തിരിഞ്ഞും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ അൻസിബയെ അവിടെ ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല, അവർ പറയുന്നതിനോട് ഒരു വിലയും കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം കൊണ്ടാണ് അവർ സഹിക്കാൻ പറ്റാതെ ഇറങ്ങി പോയതെന്നൊക്കെയാണ് പറയുന്നത്. അതാ ബാബുരാജിന്റെ കുറിപ്പിൽ പറയുന്നത്. മനസ്സും അടുത്തിട്ടായിരിക്കും ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത്, അത്രയ്ക്കേറെ ആരോപണങ്ങൾ ആ കുട്ടിക്കെതിരെ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ബാബുരാജ് അവരെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. ഇപ്പൊ ഏത് പ്രശ്നം വന്നാലും ബാബുരാജിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്. അത് ആരെയും മുന്നിൽ മടിക്കാതെ ബാബുരാജ് അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഓരോ അല്ലെങ്കിൽ ഇതുപോലുള്ളവർക്ക് നല്ല നേതൃത്വത്തിൽ നല്ല സ്ഥാനങ്ങൾ കൊടുക്കാതെ ഇപ്പം ഈ കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ അവർക്കൊക്കെ ഈ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇതുപോലെ ഒരു വലിയ ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ പരിഹരിക്കാവുന്ന ഒരു ചെറിയ പ്രശ്നം അത് ഊതിപ്പെരുപ്പിച്ച് വലുതായി ഏറ്റവും വലിയ രീതിയിൽ അത് മോശമായി അത് വഷളാകുന്നത്. കൂടെ വർക്ക് ചെയ്യുന്നവരോട് തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വളരെ മോശമാണ്. അമ്മ സംഘടനയിലേക്ക് വരുമ്പോ തന്നെ ക്യാമറയിൽ നോക്കിയിരിക്കുന്ന ഒരു പ്രവണതയൊക്കെ അതുല്യ ആ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നടന്മാരും നടിമാരും ഒക്കെ വരുമ്പോ അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു ഒക്കെ നോക്കാൻ ഈ മാനേജറെ പറഞ്ഞു വിടുന്ന ഒരു രീതിയും അതുല്യ ആ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും വലിയ നടപടിയൊന്നും എടുക്കാതെ ലീവിൽ പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് അത്രയും പിടിയുള്ളതുകൊണ്ടായിരിക്കില്ലേ അവരൊക്കെ അങ്ങനെ കാണിക്കുന്നത്. അതായത് ഇപ്പൊ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു നേതൃത്വം ഉണ്ടല്ലോ, അവരുടെ വരെ നയിക്കാനുള്ള അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഈ ഉണ്ണി ശിവപാലിനുണ്ട്, ആ ഒരു സംഘടനയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു നടപടി എടുക്കാതെ ജസ്റ്റ് ഒന്ന് അവധിക്ക് പോയിക്കോളൂ എന്ന് പറയേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം കാരണമായിരിക്കും മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ളവരൊക്കെ ഇതിൽ ഇടപെടാതെ പോകുന്നത്. സീനിയർ ആക്ടേഴ്സ് ആയിട്ടുള്ള ഇവരൊന്നും ഇതുപോലത്തെ ഉള്ളൊരു പ്രശ്നത്തിൽ ഇടപെടാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും അവരുടെ ആ ഒരു സ്ഥാനത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഇപ്പൊ അവരോട് ഇതിനെ കുറിച്ച് പ്രതികരണം ചോദിച്ചാൽ അവർ പറയും മറുപടിയില്ല, താല്പര്യമില്ല, അത് അവര് തന്നെ നോക്കിക്കോളും. ഇതിനെക്കുറിച്ച് നമ്മൾ എന്താണ് സംസാരിക്കാനുള്ളത് അല്ലേ? അമ്മ നേതൃത്വത്തിലുള്ളവർ എല്ലാം സ്ത്രീകളാണ്. ഇനി സ്ത്രീകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ വനിതാ ആക്ടേഴ്സിന് കൊണ്ടുവന്നത്. ഇത്രയും കാലം ഒരു സ്മൂത്തായി കൊണ്ടുവന്ന ഒരു സംഘടന ആകെ ഒരു കൊളാപ്സായി പോയത് ഇതുപോലെയുള്ള ഒരു നിലപാടുകളില്ലാത്ത ഒരു വനിതാ ആക്ടേഴ്സ് വന്നതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, സ്ത്രീകൾ തന്നെ സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, ഇപ്പോൾ ആ ഒരു മെയിൻ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ, ഒരു പുരുഷ ഭാരവാഹി ആയിരുന്നെങ്കിൽ അതിനെതിരെ ഇപ്പോൾ മീറ്റു ആയി, കേസായി, പോലീസായി, കാര്യങ്ങളെല്ലാമായി. ഈ ഒരു പെണ്ണുങ്ങളിൽ ഇടയിൽ നടന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് അതത്ര ബോധേടല്ലാതെ അത് ഒഴിവാക്കി വിടാൻ ശ്രമിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? മറ്റു നടിമാരും ഈ കുക്കു പരമേശ്വരൻ മാത്രമല്ല അവരെ അപമാനിച്ചിട്ടുള്ള മറ്റു നടിമാരും നീ എന്താ നടിയാണോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് ജോലി ചെയ്യാനുള്ള അവസ്ഥയും കൂടി അവര് തട്ടിക്കളയുക. അതാണ് പറയുന്നത്. തികഞ്ഞ ഒരു തൊഴിൽ പീഡനമാണ് ആ ഒരു സംഘടനയിൽ നടന്നത്. അതുകൊണ്ടാണ് ആ ഒരു കംപ്ലൈന്റ് പുറത്തേക്ക് വിടാതെ അവർ മാക്സിമം ഉള്ളിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത.